ചായ നാരങ്ങ അതിൻ്റെ ഫ്രിഡ്ജിലില്ല. ഇത് കണ്ടില്ലേ? ഇതൊരു വ്യക്തിയുടെ ജീവിതം. തൻ്റേതല്ലാത്ത കാരണത്താൽ മാരക രോഗത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഇന്നത്തെ സാധാരണ മനുഷ്യന്റെ പ്രതിനിധി. പുക വലിക്കുന്നവനെ മാത്രമല്ല, ശ്വസിക്കുന്നവനെയും മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മാരക വിഷം. നമ്മുടെ സമൂഹത്തിൽ എന്ന് വെച്ചാൽ വലിയൊരു ഭാഗം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്, MI മയോകാർഡിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന യങ്സ്റ്റേഴ്സ്, 50 വയസ്സിന് താഴെയുള്ള യങ്സ്റ്റേഴ്സിൽ MI ഉണ്ടാകുന്നതിന് പ്രധാന കാരണം സ്മോക്കിങ്ങാണ്. സ്മോക്കിംഗ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിൽ കുട്ടികളും അവരുടെ ഫാമിലി മുഴുവനും ആ ഒരു ബുദ്ധിമുട്ടിന് അവരും പുകവലിക്കുന്നതിന് മാത്രമല്ല, അതിനെ അവർ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് പ്രശ്നമുണ്ട്. അതുപോലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ആസ്മ, COPD, ലങ് ക്യാൻസർ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ പുകവലി മൂലം നമ്മുടെ സമൂഹം, നമ്മുടെ പുകവലിക്കുന്നതിന് മാത്രമല്ല, ഞാൻ ആ ഒരു പോയിന്റാണ് എനിക്ക് സ്ട്രെസ് ചെയ്യുന്നത്. പുകവലിക്കുന്നതിന് മാത്രമല്ല, അവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമല്ല, അവരുടെ കുട്ടികൾ, അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആ ബുദ്ധിമുട്ടിന് അനുഭവിക്കുന്ന ആൾക്കാർ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളുടെ കൗമാരപ്രായക്കാരിൽ ഇപ്പോൾ പൊതുജനം ഇതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണം ഉണ്ടാക്കുക. സ്മോക്കിങ് നമ്മൾ ഒരു വില കൊടുത്ത് വാങ്ങുന്ന രോഗം ആണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അവരെ അതിൽ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് പരിഹാരം. നമ്മുടെ സമൂഹത്തെ അതിവേഗം കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമായി പുകവലിയും പുകയിലയുടെ ഉപയോഗവും ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പുകവലിക്കുന്നവർക്ക് മാത്രമല്ല, അവരുമായി ഇടപഴകുന്നവർക്ക് പോലും അനവധി നഷ്ടങ്ങൾക്കും നാശങ്ങൾക്കും ഇത് കാരണമായി തീരുന്നു. ലോകത്തിൽ പ്രതിവർഷം 1,00,000 ടൺ പുകയില ചുരുട്ടായും സിഗരറ്റായും ബീഡിയായും എരിഞ്ഞു തീർന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന 120 രാജ്യങ്ങളിലെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തിൽ 47% പുരുഷന്മാരും 12% സ്ത്രീകളും പുകവലിക്കുന്നവരാണെന്നാണ് കണക്ക്. ലോകമൊട്ടാകെ ഇത് സൃഷ്ടിക്കുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഊഹാതീതമാണ്. പുകവലി സൃഷ്ടിക്കുന്ന ആരോഗ്യപരവും കുടുംബപരവും സാമൂഹികപരമായ പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. പുത്തൻ തലമുറയെ പുകവലിയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. കേരളത്തിൽ ഒരു കാലത്ത് പുകവലിക്കെതിരെ നടന്ന വലിയ പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി യുവാക്കളിലെ പുകവലിയുടെ അളവിനെ കുറച്ചുകൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളും യുവാക്കളുമൊക്കെ വീണ്ടും പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. കേരളീയ സമൂഹം അതിൻ്റെ എല്ലാ പോരാട്ട കാലഘട്ടങ്ങളിലും സ്വീകരിച്ചതുപോലെ സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള ഒരു പോരാട്ടം നടത്തേണ്ടതായിട്ടുണ്ട്. ആ പോരാട്ടം നടത്തേണ്ടത് പുകവലിക്കെതിരെയും ലഹരിക്കെതിരെയുമാണ്. ആ രീതിയിൽ കേരളീയ സമൂഹത്തെ പുകവലി മുക്തമാക്കാനുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് കേരളീയരുടെയും എല്ലാവരുടെയും പിന്തുണയും നമുക്ക് ആവശ്യമുണ്ട്.
പുകയിലയിൽ 4000-ഓളം രാസവ സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്നാണ് ശാസ്ത്ര ഗവേഷണങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവയിൽ പ്രധാനപ്പെട്ട രോഗകാരികളാണ് നിക്കോട്ടിൻ, കാർബൺ മോണോക്സൈഡ്, ടാർ, ഫർഫറോൾ എന്നിവ. ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ 2 മില്ലിഗ്രാം നിക്കോട്ടിൻ ശരീരത്തിലെത്തുന്നു. 60 മില്ലിഗ്രാം നിക്കോട്ടിൻ മരണത്തിലെത്തിക്കുന്നു. എന്നാൽ കരളിന്റെ പ്രവർത്തനം വഴി 10% മൂത്രത്തിലൂടെ പോകുന്നതിനാൽ പെട്ടെന്ന് മരണം സംഭവിക്കുന്നില്ല. ഒരു സിഗരറ്റ് എരിയുമ്പോൾ ചുരുങ്ങിയത് 3 മില്ലിഗ്രാം കാർബൺ മോണോക്സൈഡ് രക്തത്തെ ബാധിക്കുന്നു. 5000-ൽ പരം രാസവസ്തുക്കളുടെ മിശ്രിതമാണ് ടാർ, കറുത്ത നിറം. ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ 20 മില്ലിഗ്രാം ഉള്ളിൽ ചെല്ലുന്നു. ക്യാൻസറിന്റെ പ്രധാന കാരണവും ടാർ തന്നെ. പുകവലിയിലൂടെ കാർബൺ മോണോക്സൈഡ് രക്തത്തിലൂടെ ഹീമോഗ്ലോബിനുമായി കൂടിക്കലർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന വിഷവസ്തു ഉണ്ടാകുന്നു. ഇത് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള പ്രാണവായുവിന്റെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും തത്ഫലമായി ശരീരകോശങ്ങളും പേശികളും നിർജീവാവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ആത്മഹത്യയിലൂടെ ഒരാൾ ആ നിമിഷം മരിക്കുന്നു, പുകവലിക്കുന്നവൻ ഇഞ്ചിഞ്ചായി മരിക്കുന്നു. അതാണ് വ്യത്യാസം. അതിനാൽ പുകവലി ഉപേക്ഷിക്കണം. അത് അങ്ങേയറ്റം നമ്മുടെ വ്യക്തി ജീവിതത്തിന് തകർച്ചയ്ക്കും ദോഷത്തിനും മരണത്തിനും കാരണമാകും. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കാനും ഉയർത്തിക്കൊണ്ടുവരാനും കഴിവുള്ള യുവതലമുറ. ഇന്ന് ഇന്ത്യൻ യുവത്വം മരവിച്ചു നിൽക്കുകയാണ്. പുത്തൻ പ്രതീക്ഷകളെ സ്വപ്നം കാണാതെ എരിയുന്ന സിഗരറ്റിന്റെയും നുരയുന്ന മദ്യത്തിന്റെയും സംഭാവനകളാവുന്ന മാരകരോഗങ്ങളുടെ മുൻപിൽ. മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരയുടെ ഉച്ചസ്ഥായിയിൽ കയറുന്നുകൊണ്ട് ശോഷിച്ച മാരടവും കുനിച്ചു പിടിച്ച ശിരസുമായി ലജ്ജിതനായി മാറുന്ന ഇന്ത്യൻ യുവത്വം. മസ്തിഷ്കത്തെ മായാവലയത്തിലൂടെ മരണത്തിലേക്ക് തള്ളിവിടുന്ന കറുപ്പിനെതിരെ മുഷ്ടി ചുരുട്ടി നേരിടേണ്ടവരായിരുന്നു യുവജനങ്ങൾ. എന്നാൽ ഇന്ന് ചുരുട്ടിയ മുഷ്ടിക്കിടയിൽ എരിയുന്നതും പൊയ്യുന്നതും കൊണ്ട് നടക്കുന്ന തലത്തിലേക്ക് യുവജനങ്ങളും വിദ്യാർത്ഥികളും മാറിയിരിക്കുന്നു. നാടിന്റെ നന്മയ്ക്കായി ചിന്തിക്കേണ്ട തലച്ചോർ പണം നൽകി വാങ്ങുന്ന പുകയിലയുടെ ഭാവനയ്ക്കനുസരിച്ച് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് അർബുദം മലയാളിയെ കൂട്ടുകാരനാണ്. അല്ല, ഒന്ന് തിരുത്തി പറയണം. ശൈശവം തൊട്ട് മലയാളി അർബുദത്തെ കൂട്ടുകാരനാക്കുന്നു എന്ന് വേണം പറയാൻ. പുസ്തകത്തിലെ സർഗാത്മകത വിവരിക്കുന്ന അക്ഷരങ്ങളായല്ല, പോക്കറ്റിലെ വർണ്ണം വിതറുന്ന പാക്കറ്റിൽ ദേഹത്തെയും ദേഹിയെയും തൊട്ടുരുമി സന്തോഷം പങ്കിട്ട് ദുഃഖത്തിൽ തനിച്ചാകുന്ന സുഹൃത്ത്. അതാണ് ഇന്ന് പുകയില.